മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള ജനത ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രാവിലത്തെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു ലൈവിലേക്ക് എത്തിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ റിപ്പോർട്ട് ചെയ്ത മേഴ്സി ക്രോപ്സ്, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം ചാരിറ്റി നടത്തുന്ന ഒരു സംഘടനയാണ് ഈ പറഞ്ഞതുപോലെ മേഴ്സി ക്രോപ്സ്. അതിന്റെ ഒരു റംസാൻ കിറ്റ് റിലീഫ് വിതരണം, റംസാന്റെ കിറ്റ് വിതരണം, അതോടൊപ്പം തന്നെ പെരുന്നാൾ സമ്മാനം അഗതികളായ അഥവാ അർഹരായ ആളുകൾ കണ്ടെത്തിച്ച് അവർക്കുള്ള ധനസഹായം കൊടുക്കുകയാണ് മേഴ്സി ക്രോപ്സ്. പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങളത് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ലൈവിലേക്കാണ് പോകുന്നത്. ഇന്ന് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷിബു മനൂർപണം. ഇതിനെ ചലിപ്പിക്കുന്ന ശരിക്കും നമ്മളെ ട്രഷറർ ശ്രീ നാസിമുദ്ദീൻ അവറുകളാണ്. ഇതിന്റെ PRO റാഫി ആണ്. ഇതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ നസീബാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ റമദാൻ കിറ്റും റമദാൻ റിലീഫുമായിട്ട് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. ഇപ്പൊ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മൾ സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ല. അതൊരു ചെറിയ ആഡോ ഒരു കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനുള്ള ഒരു കൂട്ടായ പ്രവർത്തനം. ഇറ്റ്സ് ലൈക്ക് എ ഫുട്ബോൾ, ഒരു ടീം പ്ലേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആഡ് കൊടുക്കുന്നത്. അല്ലാതെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതൊരു വലിയ ഒരു ആഡിലേക്ക് നമ്മൾ പോകുന്നതല്ല. അതുകൊണ്ട് ശ്രീ രാകേഷ് നമ്മുടെ ഗസ്റ്റാണ്, നമ്മുടെ അതിഥിയാണ്. സൗദി അറേബ്യ എന്ന് വിളിച്ച് അറേഞ്ച് ചെയ്താണ്. ശ്രീ നിഹാലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുത്തപ്പള്ളി പ്രസിഡന്റ് ശ്രീ അബ്ദുറഷീദ് സാഹിബ്, പൂന്തറ ചീഫ് ഇമാം അദ്ദേഹം സന്നിധിയിലുണ്ട്. ഇർഷാദ് സാഹിബ് കരിക്കോട് ചീഫ് ഇമാമുണ്ട്. അപ്പോ ഇവരുടെയൊക്കെ ഒരു മാത് സാന്നിധ്യം. അഴീക്കോട് ഇസ്ലാമിക് കോളേജിന്റെ ശ്രീ സുലൈമാൻ സാറ്, ശ്രീ ജവാദ് സാറ് തുടങ്ങിയ അതിന്റെ പേര് എന്ത് പറയാൻ ഇതൊരു ക്ലാസിക് അല്ല. അതുകൊണ്ട് ഇവരൊക്കെ ഈ ആലിമികളുടെയും പണ്ഡിതരുടെയും ശ്രേഷ്ഠതയുടെയും അല്ലെങ്കിൽ ഒരു പ്രമുഖരുടെയൊക്കെ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെയെങ്കിലും പ്രാർത്ഥന ഉടയനമ്പറാൻ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദിനം ധന്യമായ എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം അവന്റെ നോമ്പ് കൊണ്ട് സ്രഷ്ടാവുമായിട്ടുള്ള ഒരു സ്വകാര്യമായ അനുഷ്ഠാനം എന്ന നിലയ്ക്കല്ല ബന്ധപ്പെടുന്നത്. അതിനപ്പുറത്ത് സൃഷ്ടാവിലേക്കും സൃഷ്ടികളിലേക്കും ഒരുപോലെ ബന്ധപ്പെടുന്ന മഹത്തായ ഒരു ആരാധനയാണ്, അനുഷ്ഠാനമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിന് വേണ്ടി പട്ടിണിയിരുന്ന് വിശന്ന് നോമ്പെടുക്കുന്ന ഒരു മുസ്ലിം, അയാൾ വിശപ്പിന്റെ വില സ്വയം തിരിച്ചറിയുന്നു. അതോടൊപ്പം ചുറ്റിലുമുള്ള ആളുകളുടെ വിശപ്പിന്റെ വ്യാപ്തിയും വലിപ്പവും എത്രയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പട്ടിണിയും പ്രയാസവും മാറ്റി അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകാനുള്ള ശ്രമം നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കൂട്ടായ്മകൾ, റമദാൻ റിലീഫ് പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്ലാഘനീയമായ, വളരെ മാതൃകാപരമായ ഒരു റമദാൻ റിലീഫ് പ്രവർത്തനമാണ് ഇവിടെ ഈ മഹത്തായ കൂട്ടായ്മയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. 250ഓളം പേർക്ക് ഒരു കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇത് 2500ലേക്ക് വ്യാപിച്ചുകൊണ്ട് വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ദർശനത്തിലെ ഉപവാസത്തിന്റെ ഏതാണ്ട് അവസാന നാളുകളിലൂടെയാണ് വിശ്വാസികൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലെ ഉപവാസം എന്നത് കർമ്മപാപങ്ങളിൽ നിന്നകന്ന് നന്മയോടൊപ്പം വസിക്കുക എന്നതാണ്. കർമ്മപാപങ്ങളിൽ നിന്നകന്ന് നന്മയോടൊപ്പം വസിക്കുക എന്നതിന്റെ ഒരു പ്രകടനമാണ് ഒരു വിശ്വാസി ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അതിലേറെ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്റെ സഹജീവികളുമായി അടുക്കുക എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിന്റെ വലിയ ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. ഇവിടെ കഴിഞ്ഞ 2 വർഷമായി വളരെ വ്യവസ്ഥാപിതമായി കേരളത്തിലും വിദേശത്തുമായി
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഴ്സി കോപ്സ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ധാരാളം കുട്ടികളെ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഔഷധങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അതുപോലെ തന്നെ ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടും ഏറെ സ്തുത്യർഹമായ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ സന്നദ്ധ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് വളരെ സന്തോഷപൂർവ്വം 60,000 രൂപയുടെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്പോൺസർഷിപ്പ് ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ, കൂടുതൽ മുന്നേറുവാൻ ഈ സന്നദ്ധ സംരംഭത്തിന് സർവശക്തൻ തുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് ശരിക്കും സുഹൃത്തുക്കളിലേക്ക് നോമ്പ് തുറക്കലായിട്ട് ബന്ധപ്പെട്ട പല ഫംഗ്ഷൻസിന് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കാലിക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പ് ലുലുവിലുണ്ടായതുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തായ നിഹാദിക്ക, പുള്ളി സൗദിയിലാണ്. അപ്പൊ സൗദിയിൽ ഇരുന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ നസ്രയുടെ വാപ്പയുടെ പമ്പിലാണ് നടക്കുന്നത്. ഇക്കൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമാണ്. അപ്പം എന്താ പറയാ, ഈ ഒരു ഇത്രയും ചുട്ടുകൊള്ളുന്ന വെയിലത്ത് നമ്മളെല്ലാവരും അറിയാം, ഈ ഒരു റംസാന്റെ ഈ ഒരു പെരുന്നാളിന്റെ ഈ ഒരു ടൈമിൽ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ ചെയ്യുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായ കാര്യമാണ്. അതിൽ വളരെ സന്തോഷം. അതിലൊരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഈ കിറ്റ് വിതരണം ചെയ്യുന്നതിലും അതുപോലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഈ ഒരു ധനം സ്വരൂപിക്കുന്ന ഇതിലൊക്കെ ഉള്ള ഇനിഷ്യേറ്റീവ്സ് വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതൊരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. ഇത് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കോംപ്ലക്സിന്റെ കീഴിലുള്ള വിമൻസ് ഇസ്ലാമിക കോളേജിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള സ്പോൺസർഷിപ്പാണ്. ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ സംരംഭത്തിന് തുടക്കം. 60,000 രൂപയാണ് ഒരു കുട്ടിയുടെ പഠന ചെലവ്, ഒരു വർഷത്തെ പഠന ചെലവ്. ചീഫ് ഇമാമും അതോടൊപ്പം തന്നെ സെക്രട്ടറിയും ചേർന്നാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. മുഖ്യാതിഥി കൈമാറി അത് ചെയ്യുന്നത്. വാങ്ങിക്കുന്നവരുടെ ഫീസ് വേണ്ട, കൊടുക്കുന്നവരുടെ ഫീസ് മതി, വാങ്ങിക്കുന്നവരുടെ ഫീസ് വേണ്ട. അർഹതപ്പെട്ട ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ആളുകളാണ് കിറ്റുകൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് അത് വിതരണം ചെയ്യുന്നത്. നമ്മുടെ സംഘടനാ സംഘടനയെ കുറിച്ചും 2 വാക്ക് ഞങ്ങളുടെ ട്രഷറർ സംസാരിക്കും. ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. രാജേഷ് അത് ട്രഷറെ പറഞ്ഞിട്ടുണ്ട്. മെഴ്സി കോപ്സ് തന്നെയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ആലപ്പുഴ മിത്ര എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ കോംപ്ലക്സ് അതിനെ കുറിച്ച് നമ്മുടെ ട്രഷറർ കാര്യമാണ് സംസാരിക്കും. നമ്മുടെ പൂന്ത്ര ജമാഅത്തിന്റെ പ്രസിഡന്റ്, ചീഫ് ഇമാം, പെരുമ്പോള ഇമാം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ റമദാൻ കിറ്റ് നമ്മൾ വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഴ്സി കോപ്പ് ഒരു 10-12 വർഷം കൊണ്ട് എഴുതുന്നത്. നാട്ടിൽ നമുക്ക് വേവിച്ച എന്തെന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് ഞങ്ങളുമായിട്ട് ആലോചിച്ചു. അപ്പൊ എന്നെ പിടിച്ചു മാഹിൻ ഇതിലോട്ട് ഇട്ടു എന്ന് തന്നെ പറയാം, റഹ്മാൻ ഇട്ടു എന്ന് തന്നെ പറയാം. അന്ന് മുതൽ ഈ 2 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞ വർഷം ഒരു 10-70 ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി. ക്യാൻസർ രോഗികൾക്ക്, അല്ലാത്തവർക്ക് ഓണത്തിന് കിറ്റ്, ക്രിസ്മസിന്, അതുപോലെ എല്ലാ ധനസഹായങ്ങളും ചെയ്തു വരുന്നു. പിന്നെ ഈ വിദ്യാഭ്യാസത്തിന്, ക്യാൻസർ രോഗികൾക്ക്, അങ്ങനെ പലതും ചെയ്തു വരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ജമാഅത്തിലുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ഇമാം, ബാക്കി എല്ലാവരും ഇതിന് നമുക്ക് അകമഴിഞ്ഞ് പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിത് മീഡിയയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പരസ്യത്തിന് വേണ്ടിയോ ഒരു ഇതിനു വേണ്ടിയല്ല.
ഇത് മറ്റുള്ളവർ കാണുമ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഫണ്ട് പിരിവില്ല. ഒരു പൈസ പോലും കേരളത്തിൽ നിന്ന് ഫണ്ട് ഇന്ത്യയിൽ നിന്ന് പിടിക്കുന്നില്ല. അത് GCC നിന്ന് വരുന്ന ഫണ്ടാണ്. നമ്മളെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇതിൽ സഹായിക്കുന്നെങ്കിൽ സഹായിക്കുന്നതല്ലാതെ ഇവിടെ പിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വെളിയിൽ നിന്ന് വരുന്ന ഫണ്ട് അർഹമായ കരങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടി അർഹമായ കരങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇവിടെ ഒരു ഫോം ചെയ്ത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റ് അപ്രൂവലോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ മീഡിയാപരമായിട്ട് മീഡിയയിലുള്ള എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതാണ് രാജേഷും നമ്മൾ വിളിച്ച ഉടനെ തന്നെ വന്നത്. പുള്ളി പല പരിപാടികളും വിട്ടിട്ടാണ് ഇതിന് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ്, ചീഫ് ഇമാം, ഇവിടുത്തെ ഇമാം, ബാക്കിയുള്ള എല്ലാവരും ഞങ്ങളെ ഇതിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ ഞങ്ങളുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അത് കൊടുത്തേക്കാം. മറ്റേ കൊടുത്തേക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുന്ന് ഏറ്റുവാങ്ങുന്നത് ഓരോ പ്രതിനിധികളാണ്. പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർ, അവരുടെ സംഘടനാ വക്താക്കൾ. അവർ പിന്നീട് ഇതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. വാങ്ങുന്നവരുടെ മുഖം കാണിക്കേണ്ട എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രതിനിധികൾ മാത്രം വാങ്ങി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം മേഴ്സി ക്രോപ്സിന്റെ ചെറിയ പെരുന്നാൾ ഈ ഒരു കിറ്റ് ഇത് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. പലപ്പോഴും മീഡിയകളിൽ വരാറില്ല. വർഷങ്ങളായി ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ ഇപ്പോൾ അത് പബ്ലിസിറ്റി ചെയ്യാൻ പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു തീരുമാനപ്രകാരം ആയിരിക്കുകയാണ്. എന്നാലും ഇതിനകത്ത് ഒരു കമന്റ്സ് വന്നിട്ടുണ്ട്, എന്തിനാ വാങ്ങുന്നവരെ കാണിക്കുന്നത്, അത് മോശം വരെ. തീർച്ചയായും ഞാനത് പറഞ്ഞിട്ടുണ്ട്, വോയിസിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം വാങ്ങുന്നവരല്ല യഥാർത്ഥ അർഹർ. ഇവർ പ്രതിനിധികളാണ്. ഓരോ വാർഡ് കൗൺസിലർമാരുടെ കീഴിൽ വരുന്ന ആൾക്കാരും അതോടെ സംഘടന ബേസ് ചെയ്ത് വരുന്ന ആളാണ്. ഇവർ അർഹതപ്പെട്ട ആളുകൾക്ക് കൈമാറുന്നു. അവരെ മുഖം കാണിക്കുന്നില്ല. ഇത് ഓരോ സംഘടനകൾക്കും എങ്ങനെയാണ് നിങ്ങൾ അവരുടെ പ്രതിനിധികൾ കൊടുത്ത് അവർ പിന്നീട് ഇത് കൈമാറുന്നത്? ആക്ച്വലി സംഘടന അല്ല, നമ്മളോട്ട് കൂടെ ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ നന്മ ഉദ്ദേശിക്കുന്ന, നമ്മളോട്ട് സഹകരിക്കുന്ന വ്യത്യസ്ത, ഇപ്പൊ നിങ്ങൾ തന്നെ പരുത്തിക്കുഴിയിലുള്ള ഒരു മീഡിയ പ്ലസ് ഒരു സാമൂഹ്യ പ്രവർത്തകനും സത്യങ്ങൾ തുറന്നു പറയാൻ ഒട്ടും മടിക്കാത്ത, അത് ഏത് മേഖലയിലായിരുന്നാലും തൗഹീദിനെ കുറിച്ച് ഒട്ടും മടിക്കാത്ത ഒരാളാണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ പങ്കെടുത്തു. അതുപോലെ തന്നെയാണ്. അതേപോലെയാണ് ഈ സാധാരണ ഉള്ളത്. ഈ വാങ്ങുന്നവർ വാങ്ങുന്നവരുടെ മുഖം കാണിക്കേണ്ട നമ്മുടെ തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട്. പ്രതിനിധികൾ മാത്രമാണ്. ഓഫ് കോഴ്സ് പ്രതിനിധികൾ മാത്രമാണ്. ഈ ലിത്രയുമായി ബന്ധപ്പെട്ട് ഒരു ധനസഹായം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതെന്താ എങ്ങനെ ലിത്രയുമായി ബന്ധപ്പെട്ട് എന്ത് സഹായമാണ് ഇപ്പോൾ കൈമാറുന്നത്? ലിത്രയുമായിട്ട് ഞങ്ങൾ സഹായിക്കും. അത് ഞങ്ങൾ രക്ഷാധികാരിയും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയും ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആലോചിച്ചിട്ട് നമ്മുടെ ഒരു ഫണ്ട് മിത്രയ്ക്ക് കൊടുക്കുന്നതാണ്. നല്ലൊരു ഫണ്ട് മിത്രയ്ക്ക് എന്താണ് മിത്രയുടെ ഒരു പ്രത്യേകത? എന്താണ് അവർ സഹായിക്കാൻ തോന്നുന്നത്? നമ്മളത് കാണുമ്പോൾ മിത്ര മറ്റേ കറക്റ്റ് വേയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ഒന്നുകൂടെ അത് ഗ്രാഫ് ചെയ്യാനോട് കൊടുക്കുന്നതാണ്. ഓക്കെ, അവർ ബേസ് ചെയ്യുന്നത് എന്താണ് മിത്ര? ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഒരു സജഷൻ നിങ്ങൾ വന്നു, നിങ്ങൾ സഹായിക്കുന്നത് ആലോചിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മേഴ്സി ക്രോപ്സ് ആണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. എല്ലാ കാര്യവും മെക്സിക്കോ ഒരു സംഘടനയൊന്നുമില്ല. ഏത് സംഘടനയ്ക്ക് വേണ്ടിയും നമ്മൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലും മീഡിയയിലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാലും അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും. ഓക്കെ, താങ്ക് യു. അത് അർഹമായ കരങ്ങളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മെക്സിക്കോപ്പ് ഞങ്ങൾ വേറൊരു സംഘടനയെന്നോ അങ്ങനെയുള്ള സംഘടനയെന്നോ ഒന്നുമല്ല. മെക്സിക്കോപ്പ് എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനങ്ങൾ അത് കറക്റ്റായ കൈകളിൽ എത്തുകയാണെങ്കിൽ മെക്സിക്കോപ്പ് അത് ചെയ്യും. ഇത് എങ്ങനെയാണ് ഇതിന്റെ ധനസമാഹരണം മറ്റും ചെയ്യുന്നത്? ഞങ്ങൾ GCCയിലെ കുറെ മെമ്പേഴ്സ് ഉണ്ട്, 200 മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സ് ഞങ്ങൾക്ക് ഫണ്ടുകൾ അയക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന. പാൻ കാർഡ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്രാവശ്യമൊക്കെ നിങ്ങൾ മീഡിയയിലേക്ക് കൂടുതൽ സജീവമായത്. അല്ലെങ്കിൽ ഞങ്ങൾ മീഡിയയിൽ കൊടുക്കാനൊന്നുമില്ല. ഇത് GCC ഫണ്ടാണ്, ഇവിടെ ഇന്ത്യയിലുള്ള ഫണ്ടല്ല. GCC ഫണ്ട് അത് ഞങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. ഞങ്ങൾക്ക് പാൻ കാർഡ് ബാക്കിയുള്ള ആഡിറ്റിംഗ് എല്ലാം ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റായ കൈകളിൽ തന്നെയാണ് എത്തിക്കുന്നത്. ഇനി എന്താണ് മേഴ്സി ക്രോപ്സ് ലക്ഷ്യം വെക്കുന്ന പുതിയ പദ്ധതി? ഒരുപാട് വലിയ പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്നുണ്ട്, ഒരു ക്യാൻസർ ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ടാക്കണമെന്നുണ്ട്, അതിന് യൂണിറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഞങ്ങൾ ധനം വരുന്നതനുസരിച്ച് ഞങ്ങൾ ഡയാലിസിസ് യൂണിറ്റ് അങ്ങനെ പല കാര്യങ്ങളും, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ ഞങ്ങൾ ഒരു പരസ്യമായിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ എന്നുള്ളതാണ്. ഇതിൽ സഹായിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കേണ്ട, അവർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യട്ടുന്നുള്ളത്. ഇതിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.
എന്തായാലും ഇതിന്റെ മെയിൻ ഒരു രാജേഷ് ഇവിടെ ഉണ്ട്. മലയാള ജനത ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരുടെ, കാരണം ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ മായി സാഹിബ് നമുക്ക് എപ്പോഴും സുപരിചിതനാണ്. ഈ പറഞ്ഞതുപോലെ പലപ്പോഴും രംഗത്ത് വരാറില്ല, വിദേശത്താണ് അദ്ദേഹം. പക്ഷെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഇതിപ്പോ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞു തുടങ്ങി മേഴ്സി ക്രോപ്സ്. എന്താണ് മേഴ്സി ക്രോപ്സിനെ കുറിച്ചും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംരംഭമായി രംഗത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മലയാള ജനത ന്യൂസ് കാണുന്ന പ്രേക്ഷകരോട് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ഉദാരമതികൾ ആളുകളുണ്ടാവും, അവരെങ്ങനെയാണ് ഒരു ചാറ്റ് ചെയ്യേണ്ടത് എന്നാണ് കാണുന്നത്. വളരെ സന്തോഷം. കാര്യം എന്ന് വെച്ചാല് ഒന്ന് നമുക്ക് നമ്മളിപ്പം നോമ്പ് തുറയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മള് പല സൗഹൃദ കൂട്ടായ്മകളൊക്കെ ഭാഗമാകാറുണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് രസമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാല് ഇതൊക്കെ തന്നെ അതുപോലെ തന്നെ എന്താ പറയാ അത്രയും സൗകര്യങ്ങളില്ലാതെ എന്താ പറയാ അത്രയും എന്ന് അവർക്ക് ചിലപ്പോൾ പറയാനും പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ അറിഞ്ഞ് അത് എന്താ പറയാ ആഹാര സാധനങ്ങളും അത് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് അവരവരിലേക്ക് അങ്ങനെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന ഒരു വെഞ്ചറായിട്ട് ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അവർ വളരെ ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ഒരു വഴിപാട് പോലെ ചെയ്ത് നടത്തുന്ന പോലെ അല്ലാതെ ചൂസ് ചെയ്തിട്ട് അർഹതപ്പെട്ടവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളൊരു ശ്രമകരമായ ഒരു ദൗത്യം അവർ ചെയ്യുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട്. രാജേഷ്, ഇതില് മേഴ്സി ക്രോപ്സിന്റെ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ എന്തെങ്കിലും അംഗമാണോ? എന്റെ പല സുഹൃത്തുക്കൾ ഇതിന്റെ ഭാഗമാണ്. ഓക്കെ. എന്റെ ഒരു അടുത്ത സുഹൃത്ത് നിഹാദൊക്കെ സൗദിയിലാണ്, പുള്ളി ബിസിനസ്സാണ്. നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട്. പുള്ളിക്ക് ഇത്തവണ എത്താൻ പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അപ്പൊ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്റെ നാട് അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായി. ഓക്കെ. അപ്പൊ ഇനിയുള്ള മേഴ്സി ക്രോപ്സിനോടൊപ്പം എന്തെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും. നല്ല കാര്യങ്ങളിലൂടെ എനിക്ക് സന്തോഷമാണ്. അപ്പൊ ഇതാണ് ഇതിലെ മുഖ്യാതിഥിയായി വന്ന അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്താണ് ഇപ്പോൾ പറയാനുള്ളത്. മേഴ്സി ക്രോപ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാം. നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും മേഴ്സി ക്രോപ്സുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. എന്നാൽ അർഹതപ്പെട്ടവർക്കുള്ള റമദാൻ കിറ്റ്, അതോടൊപ്പം തന്നെ റിലീഫ് പ്രവർത്തനങ്ങൾ, വീട് സഹായം, ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ കേസ്, ഇതൊക്കെ ഈ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ തിരുവല്ലം കരിമ്പുവിളയുള്ള ഈ ഒരു ഓഫീസിലാണ്, അഥവാ ഈ ഒരു പെട്രോൾ പമ്പിന്റെ ഓഫീസിലാണ് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. എന്നാൽ ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ചാരിറ്റികൾ എന്തിനു വേണ്ടി ആകണമെന്നുള്ളതാണ്, അഥവാ മറ്റുള്ളവർക്കും പ്രചോദനമാകുന്ന രീതിയിലാണ് ചാരിറ്റികൾ നടത്തേണ്ടത്. എന്നാൽ അതൊരു പ്രഹസനമായി മാറാൻ പാടില്ല. ചാരിറ്റിയുടെ ഒരു രംഗം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചാരിറ്റി കൊണ്ട് തന്നെ പലരും മറ്റു പല ലക്ഷ്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ പരലോകത്തേക്ക് വേണ്ടി, പടച്ചതമ്പുരാന് വേണ്ടി, ലോകരക്ഷിതാവിന് വേണ്ടി മാത്രം, അഥവാ നന്മ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ കിട്ടുന്ന സമ്പാദ്യങ്ങൾ അത് ഇങ്ങനെ പാവപ്പെട്ടവരെ കണ്ടെത്തി എത്തിക്കുന്നത്. ഈ മീഡിയ വഴി എത്തിക്കേണ്ടത് സർക്കാരിന്റെ സുലഭമായ നടത്തിപ്പിന് വേണ്ടി മറ്റുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മേഴ്സി ക്രോപ്സുമായി ബന്ധപ്പെടാമെന്നാണ് അവർ പറഞ്ഞത്. തിരുവനന്തപുരത്ത് കരിമ്പുളയിൽ അടുത്തുള്ള HP പെട്രോൾ പമ്പ്, ഇവിടെയാണ് അതിന്റെ ഓഫീസ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതുമായി നിങ്ങളുടെ പരാതികൾ സമർപ്പിക്കാം. അവരുടെ പരിശോധിച്ച് ശരിയാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും അവരത് സഹായിക്കുമെന്നാണ് ഇപ്പോൾ മലയാളമായും അവർ പങ്കുവച്ചത്. എന്നാൽ ഈ ലൈവ് ഇവിടെ വൈദ്യുതിയാണ്. നമുക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണമെന്നാണ്. അതായത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മളോടും കരുണ കാണിക്കണമെന്നാണ്. അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കും ഈ ഭാഗമാക്കാൻ കഴിയുന്ന രീതിയിൽ മലയാള ജനത ന്യൂസിന്റെ കണ്ണീരൊപ്പം എന്ന എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ ഒരുപാട് സഹായങ്ങൾ മേഴ്സി ക്രോപ്സിലൊക്കെ ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ ഈ ലൈവ് ഇവിടെ വൈൻഡപ്പിയാണ്. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കാനാണ് ഞാൻ കഴിഞ്ഞതുപോലെ തന്നെ ഇതേപോലുള്ള സംരംഭങ്ങളിൽ മുന്നിട്ട് വരാൻ മലയാള ജനത ന്യൂസ് എന്തായാലും ഉണ്ടാകും. ഒരു പ്രത്യേക അഭിനന്ദനം മേഴ്സി ക്രോപ്സിനെ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പിയാണ്. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കാൻ പുതിയ ന്യൂസുമായി കാണാം. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.